സഹനപുഷ്പം. ഭാരതത്തിന്റെ പ്രഥമ വിശുദ്ധ അൽഫോൺസാമ ആ വിശുദ്ധിയുടെ ജീവചരിത്രത്തിലെ ഏടുകൾ അടർത്തിയെടുത്ത് അതിമനോഹരമായ ഒരു ചിത്രീകരണത്തിലൂടെ അവതരിപ്പിക്കുകയാണ് ഇവിടെ. ഇതിലെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് നമുക്ക് ഏവർക്കും സുപരിചിതനും നല്ലൊരു ഗായകനുമായ ജോസി കെ ജോർജ്. ലിവർപൂളിന്റെ അഭിമാനകരമായ ഈ കലാകാരന് എല്ലാവിധ ഭാവുകങ്ങളും ഞങ്ങൾ നേരുന്നു. മറിയം ദമ്പതികളുടെ നാലാമത്തെ കുട്ടിയായി ജനിച്ച അന്ന, ആരെയും ആകർഷിക്കും വിധം സൗന്ദര്യവതിയായ അന്ന ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ വളർന്നു. പെറ്റ വയറിന്റെ സ്നേഹം അനുഭവിക്കുവാൻ സാധിച്ചില്ലെങ്കിലും പേരമ്മയുടെയും പേരപ്പന്റെയും സ്നേഹപരിലാളനയിൽ അവൾ വളർന്നു. ഒരു കന്യാസ്ത്രീയായി തീരുന്നതിന് വേണ്ടി ശാസനകൾ മാത്രം ഏറ്റുവാങ്ങിയ സമയങ്ങളിലും അവൾ ഈശോയുടെ ക്രൂശിത രൂപത്തിന് മുന്നിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു. സ്വന്തം സൗന്ദര്യം പോലും നശിപ്പിക്കാൻ ശ്രമിച്ച അന്നായുടെ പ്രാർത്ഥന എപ്പോഴോ ദൈവം കേട്ടു. 1927 പെന്തക്കോസ്ത തിരുനാളിൽ ഭരണങ്ങാനം മഠത്തിലെത്തിയ അന്ന 1928 ഓഗസ്റ്റ് 2 അൽഫോൻസ എന്ന പേരിൽ ശിരോവസ്ത്രം ധരിച്ചു. 1930 മെയ് 19 സഭാവസ്ത്ര സ്വീകരണവും. ഒരു കന്യാസ്ത്രീയായി തീർന്നിട്ടും അൽഫോൻസാമയ്ക്ക് സഹനങ്ങൾ കൂടെ പിറപ്പായിരുന്നു. മാരകമായ രോഗം ബാധിച്ച് വായിലും മൂക്കിലും നിന്ന് രക്തം, കാലിൽ വ്രണം. 16 വർഷത്തെ പീഡകൾക്ക് ശേഷം സഹനത്തിന്റെ ബലിവേദിയിൽ സ്നേഹബലിയായി. 1946 ജൂലൈ 28 ഒരു ഞായറാഴ്ചയിൽ ആ മാടപ്പിറാവ് സ്വർഗീയ പിതാവിന്റെ സവിധത്തിലേക്ക് പറന്നുയർന്നു. അൽഫോൻസായുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് സംഭവങ്ങളെ ആധാരമാക്കി നിങ്ങളുടെ മുൻപിൽ ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്ന ഈ എളിയ കലാരൂപത്തെ നിറമനസ്സുകളോടെ, നിറഹൃദയത്തോടെ, പ്രാർത്ഥനയോടെ സ്വന്തം കലാരൂപമായി കണക്കിലെടുത്ത് ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. നിങ്ങൾക്കായി ഞങ്ങൾ സസ്നേഹം അവതരിപ്പിക്കുന്നു സഹന പുഷ്പം, ദ പാഷൻ ഫ്ലവർ. നോക്കിക്കേ, അയയിലെ തുണികളെല്ലാം അതുപോലെ തന്നെ കിടപ്പുണ്ട്. പുറത്താണെങ്കിൽ നല്ല മഴക്കാറും. ഒരു കാര്യം പറഞ്ഞിട്ട് പോയാ അതൊക്കെ ചെയ്യാൻ ഇവിടെ ആർക്കാണ് നേരം? എടാ ലൂക്കോച്ചാ, അന്നക്കുട്ടി ഇവിടെ ഇല്ലായോ? ആ കൊച്ചകത്തുണ്ട് അമ്മച്ചി. അപ്പച്ചാ, പോയ കാര്യം എവിടം വരെയായി? അമ്മച്ചിയുടെ മട്ടുംഭാവം കണ്ടിട്ട് ഒന്നും ശരിയായില്ലെന്ന് തോന്നുന്നു. എന്തായാലും കൊച്ചിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു അല്ലേ? കൊച്ചിന് പ്രാർത്ഥിച്ചാ മതി. മക്കള് വലുതായ അവരെ നല്ലവരെ ആരെയെങ്കിലും ഏൽപ്പിച്ചാലേ മാതാപിതാക്കൾക്ക് സമാധാനമുള്ളൂ. അതെ, നിങ്ങൾക്കിപ്പം മനസ്സിലാകാൻ ഇമ്മിണി പാടാ. എടി അന്നാമ്മേ, നീ ചുമ്മാതെ കിടന്ന് ഓരോന്നും പറയാതെ. എടാ ലൂക്കച്ച, നമ്മുടെ കൊച്ചിന്റെ ഭാഗ്യം എന്ന് വേണം പറയാൻ. നല്ല തറവാടിത്തമുള്ള പയ്യൻ, കാണാൻ സുന്ദരൻ. എന്തിരുന്നാലും ഞങ്ങൾ മനസ്സമ്മതം അങ്ങ് ഉറപ്പിച്ചു. ആഹാ, അത് കൊള്ളാമല്ലോ. നമ്മുടെ കൊച്ചിന്റെ അനുവാദം വാങ്ങാതെയോ? അവൾക്കിപ്പം കല്യാണം വേണ്ടാന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് മനസ്സമ്മതം ഉറപ്പിച്ചോ? എടാ മോനെ, അത് പിന്നെ മക്കളുടെ അനുവാദം വാങ്ങിയിട്ട് വേണ്ടേ കല്യാണം നിശ്ചയിക്കാൻ? നിനക്കറിയില്ല ലൂക്കോച്ച, ആ തെയ്യാമ്മയുടെ മകൻ ആന്റപ്പൻ എന്റെ കുഞ്ഞിനെ ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. അവളെ ആരെയെങ്കിലും ഏൽപ്പിച്ചാലേ എനിക്കൊരു സമാധാനമുള്ളൂ. ലൂക്കാച്ച, ഇത് നമുക്ക് ചേരുന്ന ഒരു ബന്ധമാടാ. നല്ല കുടുംബം, നമ്മുടെ കൊച്ചിന്റെ ഭാഗ്യമാടാ ഈ ബന്ധം. നിനക്കറിയാമോ, മേൽത്തരം ഓടുപാകി മച്ചിട്ട വീട് നമ്മുടെ വീട് പോലൊന്നുമല്ല. ഒറ്റ മുറിയില്ല മെഴുകിയത്, എല്ലാം സിമന്റ് ഇട്ട നല്ല വീട്. ആവികാലത്ത് വീശാൻ പാള പോലും അന്വേഷിച്ച് നടക്കണ്ടടാ. എല്ലാ മുറിയിലും കറങ്ങുന്ന പങ്കയുണ്ട്. അല്ല, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അന്നക്കുട്ടിയോട് പറയണ്ടായോ? പിന്നെ എടി അന്നാമ്മേ, കൊച്ചിനെ വിളിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കടി. മോളെ അന്നക്കുട്ടി, എടി അന്നക്കുട്ടിയേ. മോളെ, നിന്നെ വിളിച്ചത് നിനക്ക് സന്തോഷമുള്ള ഒരു കാര്യം പറയാനാ. എന്റെ മോൾക്ക് നല്ലൊരു ആലോചന വന്നിരുന്നു. മദ്രാശി ജോലി ചെയ്യുന്ന ചെറുക്കനാണ്. പേരപ്പനും പേരമ്മച്ചിയും കല്യാണം അങ്ങ് ഉറപ്പിച്ചു. കല്യാണമോ?
എനിക്കിപ്പോ കല്യാണം വേണ്ട പേരപ്പ. കല്യാണം വേണ്ട എന്നോ? ആഹാ, നല്ല തമാശ. നീ എന്താ സന്യസിക്കാൻ പോവുകയാണോ? പേരപ്പ, പേരപ്പനോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ എനിക്ക് കല്യാണം വേണ്ടെന്ന്. മോളെ, എന്റെ മോളുടെ ഭാഗ്യമാണ് ഈ ആലോചന. മോൾക്ക് ഇത് ഇഷ്ടമാകും. ലൂക്കോ ചാച്ച, എനിക്കിപ്പോ കല്യാണം വേണ്ട. പേരപ്പനോടും പേരമ്മയോടും ഒന്ന് പറഞ്ഞൂടെ? മോളെ, നീ എന്താ ഈ പറയുന്നത്? മനസ്സമ്മതം വരെ ഉറപ്പിച്ചിട്ടാണോ ഇവര് വന്നിരിക്കുന്നത്? മനസ്സമ്മതമോ? പേരപ്പ, ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് കല്യാണം കഴിക്കാനല്ല ഒരു കന്യാസ്ത്രീ ആകാനാണ് ആഗ്രഹമെന്ന്. മിണ്ടിപ്പോകല്. ഈ ജന്മം അത് നടക്കത്തില്ല. അവൾക്ക് മടത്തി ചേരണം പോലും. ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വന്നത് കന്യാസ്ത്രീ മടത്തി കൊണ്ടുവിടാനല്ല, അന്തസ്സുള്ള കുടുംബത്തിലെ കാരണവത്തിയായി വരുന്നത് കാണാനാണ്. മോളെ, നമ്മുടെ സ്ഥായി വെച്ച് നോക്കിയാൽ നമുക്ക് ആ വീട്ടിൽ പോകാനുള്ള അവകാശം പോലുമില്ല. അത്രയ്ക്ക് നല്ല കുടുംബമാണ്. അതെ, മതി വിശദീകരിച്ചത്. എത്രയും പെട്ടെന്ന് എന്ന വികാരിയച്ഛനെ കണ്ട് മനസ്സമ്മതത്തിന് സമയം അന്വേഷിക്ക്. കന്യാസ്ത്രീ ആകണമത്രേ. കുഞ്ഞുനാളിൽ മാസം തികയാതെ മറിയക്കുട്ടി എനിക്ക് തന്നിട്ട് പോയി. അന്നു തൊട്ട് ഞാൻ നിനക്കമ്മയാ. എന്റെ ആൺമക്കളെക്കാളും സ്നേഹം നിന്നോട് ഞാൻ കാണിച്ചിട്ടുണ്ട്. എന്നും കിടക്കുന്നതിന് മുമ്പ് കൊതി തീരെ നോക്കി നിന്ന് വളർത്തിയതാ. എന്നിട്ട് അന്നാമ്മേ, കൊച്ചതിനൊന്നും പറഞ്ഞില്ലല്ലോ. അവൾ സമ്മതിക്കും. എന്റെ കുഞ്ഞാവും. അവൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതല്ലേ? അറിയണം. കുഞ്ഞുനാളിൽ കപ്പളങ്ങ തിന്നതിന് അവളെ ഞാൻ ഇറക്കി വിട്ടു. ഉച്ചയ്ക്കും കാണാൻ ചെന്ന് നോക്കുമ്പോ മതിലിന്റെ വെളിയിരുന്ന് കരയുക. അത് കണ്ട് എന്റെ ചങ്ക് പൊട്ടിപ്പോയി. ഇത്ര മാത്രം ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്. പേരപ്പ, ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഒഴിയാബാധയാണോ? എനിക്കിഷ്ടമില്ലാഞ്ഞിട്ടും പിന്നെ എന്തിനാ എന്നെ കല്യാണത്തിന് നിർബന്ധിക്കുന്നത്? മോളെ, നിന്റെ ഭാവിയെ ഓർത്തല്ലേ ഞങ്ങൾ ഈ കല്യാണത്തിന് വാക്ക് കൊടുത്തത്? നിങ്ങൾ വാക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഞാനൊരാൾക്ക് വാക്ക് കൊടുത്തു. ഈശോയുടെ മണവാട്ടിയാകുവാനുള്ള വാക്ക്. മോനെ, കൊച്ചു പറയുന്നത് കേട്ടില്ലേ? കല്യാണം വേണ്ട എന്ന്. മോൾ എന്ത് വിട്ടിട്ട് പോയി പറയുന്നത്? ചുമ്മാതെ അപ്പച്ചനെ അമ്മച്ചനെ വേദനിപ്പിക്കില്ല കേട്ടോ. മോനെ, ഈ കല്യാണത്തിന് കൊച്ചിന് ഇഷ്ടമല്ലെങ്കിൽ അവളെ നിർബന്ധിക്കണ്ടടാ. അവളുടെ സങ്കടം കാണാൻ എനിക്കാവുന്നില്ല. നടക്കില്ല, ഇത് നടക്കില്ല. അന്നക്കുട്ടി എന്റെ പെണ്ണാണ്. അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഇറങ്ങടാ വെളി. നിനക്കെന്ത് യോഗ്യതയാടാ മുരിക്കൽ തറവാട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കാൻ? ഒരിക്കലെ പെണ്ണിനോട് ചോദിക്ക് ഈ ആന്റപ്പൻ ആരാണെന്ന്. പെണ്ണിന്റെ മനസ്സമ്മതം വരെ നിങ്ങൾ തീരുമാനിച്ചു അല്ലേ? ഈ മനസ്സമ്മതം നടക്കില്ല. മനസ്സമ്മതം നടത്തില്ല എന്ന് പറയാൻ നീ ആരാടാ? ഇറങ്ങടാ വെളിയിൽ. നീ എന്തൊക്കെ പുകില് കാണിച്ചാലും എന്റെ മകളെ ഞാൻ നിനക്ക് കെട്ടിച്ചു തരില്ല. മോനെ ആന്റപ്പ, നീ ഇപ്പോൾ ചെല്ലു. കാര്യങ്ങൾ സാവധാനം ആലോചിക്കാം. ഇറങ്ങടാ വെളിയിൽ. നിന്നോട് പറഞ്ഞത് കേട്ടില്ലേ? എല്ലാവരും കേട്ടോ? ഇനി ഒരു വരവുണ്ടെങ്കിൽ അന്നക്കുട്ടിയെ കൊണ്ട് ഞാൻ പോവും. അന്നക്കുട്ടി, കേട്ടില്ലേ? ഇനി ഒരക്ഷരം മിണ്ടിയാൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും നീ. ചെറുക്കനെയും വീട്ടുകാരെയും കണ്ട് ബന്ധുക്കാരെയും വിളിച്ച് എല്ലാം തീരുമാനിച്ചതാ. ഇനി ഇത് നടന്നില്ലെങ്കിൽ നീയല്ല, ഞാനാ ചാകാൻ പോകുന്നത്. നീ എന്റെ മുഖത്ത് കരിവാരി തേച്ചാൽ പിന്നെ ഒരു നിമിഷം നിൽക്കുകയല്ല ഞാൻ. എനിക്ക് വയ്യമ്മച്ചേ, എനിക്ക് ആരെയും കല്യാണം കഴിക്കണ്ട. ആ, വയ്യെങ്കിൽ ഞാൻ ചികിത്സിച്ചോളാം. അല്ലാതെ ഭൂമി പിളർന്ന് നീ താഴോട്ട് പോകുമെന്ന് പറഞ്ഞാലും മനസ്സമ്മതം ഞാൻ നടത്തും. മനസ്സമ്മതം മാത്രമല്ല, കെട്ടുകല്യാണവും. തീരുമാനത്തിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. എന്റെ ചേട്ടന്മാരിൽ ഏറ്റവും കൂടുതൽ ലൂക്കോ ചാച്ചനല്ലേ എന്നെ സ്നേഹിക്കുന്നത്. ദയവ് ചെയ്ത് ഈ കല്യാണത്തിന് നിർബന്ധിക്കരുതേ. മോളെ, നീ എന്താ ഈ പറയുന്നത്? കല്യാണം കഴിഞ്ഞാൽ ഈ ചിന്തയൊക്കെ മാറിക്കൊള്ളും. എന്റെ മോക്കൊരു കുഴപ്പവും ഉണ്ടാവില്ല. ഈശോ മിശിഹായുടെ 5 തിരുമുറുകളെ പ്രതി എന്നെ കല്യാണത്തിന് നിർബന്ധിക്കരുതേ.